രാവിലത്തെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം ഭയങ്കര സ്പീഡിലാണ് എല്ലാം ചെയ്തത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നത് തന്നെ ഇത് ഇവിടുന്നാണ്. റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരുന്നത് നമുക്ക് പുതിയ പണിയും ചെറുക്കനും സൽക്കാരമാണ്. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് വേറെ വെക്കാൻ സ്ഥലമില്ല എന്നിട്ടാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഇടുന്നതേ ഇഷ്ടമല്ല, പക്ഷെ നമുക്ക് സ്ഥലമില്ല. ഇതൊക്കെ പിന്നെ നമ്മൾ ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ്. അപ്പം ഞാൻ ഇനിയൊന്ന് ഇവിടെ തൂത്ത് തുടക്കാൻ പോവാണ്. കാലങ്കോലായിട്ട് കിടക്കുക. ഷിനാജ് ബീഫൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുവാണ്. അപ്പോൾ ഗൈസ്, ഇതെന്താ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പം ഇന്നാണ് നമുക്ക് പുതിയ കല്യാണ പെണ്ണിനും ചെറുക്കനും സൽക്കാരം ഇവിടെ. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ് കേട്ടോ. ഡേറ്റ് 10-ാം തീയതിയാണ്. നാളെയാണ് വോട്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് തന്നെ വെക്കാൻ കാര്യം വേറൊന്നുമല്ല. നാളെ ഞങ്ങൾ പോകും. വോട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ എൻ്റെ മുന്നത്തെ വീഡിയോസ്, നമ്മളൊരു ട്രിപ്പ് പോകാമെന്നുള്ളത്. അപ്പം നാളെ ഞങ്ങൾ പോയാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് റിട്ടേൺ ഇങ്ങോട്ട് തിരിച്ചെത്തത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് അവർക്ക് സൽക്കാരം കൊടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എല്ലാവരും വിളിച്ചിട്ടുണ്ട്. മേമാട് അവിടെ നിന്ന് എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പം ഞാൻ അടിച്ചു വാരി തുടച്ച് ആകമൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഇനിയിപ്പം നമ്മൾ ഫുഡെല്ലാം ഒന്നും ഇവിടെ ഉണ്ടാക്കുന്നില്ല. ബിരിയാണി, അൽഫാമൊക്കെ, മന്തിയൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുവാണ്. ഇവിടെ നമ്മൾ കാട, പിന്നെന്തോ ചിക്കൻ ഫ്രൈ, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. അത് മാത്രമേ ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ പുറത്ത് ഓർഡർ കൊടുത്ത്, പിന്നെ മേമാട അവിടുത്തവരും നമ്മളും പിന്നെ നമ്മുടെ മണി ഫവാസും, ഇത്രേ ഉള്ളൂ കേട്ടോ, വേറെ ആരും ഇല്ല. അപ്പം ഇനി സൽക്കാരം ഉച്ചക്ക് വെച്ചത്, വൈകുന്നേരം ഞങ്ങൾക്ക് പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കായിരിക്കും, അതുകൊണ്ടാണ് ഉച്ചക്ക് തന്നെ വെച്ചത്. അല്ലെങ്കിൽ വൈകുന്നേരം ആക്കാമെന്ന് ഓർത്തിട്ടായിരുന്നു. അപ്പം ഞങ്ങൾ എവിടെയാണ് പോണത്, എപ്പോഴാണ്, എന്താണെന്നൊക്കെ ഉള്ളത് ഇനി വരുന്ന വീഡിയോസിലായിട്ട് ഞാൻ പറയാം. ഞാൻ സസ്പെൻസ് ഒന്നും വെക്കുന്നില്ല, ഞാൻ പറയാം കേട്ടോ. ചിലപ്പോൾ ഞാൻ ഇന്ന് തന്നെ പറയും. അപ്പം പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങാനുണ്ട്. അതിന് ഇന്ന് വൈകുന്നേരം പോകണം. അപ്പോൾ ആകെ മൊത്തം ഫുള്ള് ബിസി ആയിരിക്കും, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അപ്പം കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ വയനാടാണ് പോയത്. വയനാട് പോയി സ്റ്റേ ചെയ്ത്. ഇപ്രാവശ്യം നമ്മൾ ഒരുപാട് നാളുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. എന്നെക്കാൾ കൂടുതൽ ഷിനാജിന് ഭയങ്കര ആഗ്രഹമാണ്. എനിക്കും അവിടെ കാണാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ക്ലൈമറ്റിൻ്റെ ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇനി എൻ്റെ ബാക്കി പരിപാടികളൊക്കെ ഞാൻ ചെയ്യട്ടെ. അപ്പം നമുക്കിനി വഴി ഓരോന്നൊക്കെ കാണാം. ഞാനിത്ര സസ്പെൻസ് ഇട്ട് പറയുന്ന കേട്ടാ തോന്നുന്നു ഞാനെന്തോ ഗൾഫിൽ പോവാന്ന്. അപ്പം ഞങ്ങൾ മണാലിക്കാണ് കേട്ടോ പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറേ നാളത്തെ ഞങ്ങളുടെ ആഗ്രഹമാണ്. കഴിഞ്ഞ ആനിവേഴ്സറിക്ക് പോകാൻ വേണ്ടിയിട്ട് കുറേ ഞങ്ങൾ ഒരുങ്ങി, പക്ഷെ നടന്നില്ല. അപ്പം ഞങ്ങൾക്ക് പോകാനുള്ള വിധി ഇത് ഇപ്പോഴായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പോകുന്നത് പെട്ടെന്ന് എടുത്ത പ്ലാനാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വർഷം പോകാൻ നോക്കിയ പാക്കേജുകാർക്ക് ഞാൻ മെസ്സേജ് അയച്ച് അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച്. അപ്പം നമുക്ക് രണ്ടാൾക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പോൺസേർഡ് ആണ്. ഏത് പാക്കേജ് എടുത്തിട്ടാണ് നമ്മൾ പോയെന്നൊക്കെ ഉള്ളത് ഞാൻ വരുന്ന വീഡിയോസിൽ പറയാം. എക്സ്പീരിയൻസ് ചെയ്തിട്ട് അവരുടെ പാക്കേജ് എങ്ങനെ ഉണ്ടെന്നും എല്ലാ ഡീറ്റെയിൽസും ഞാൻ വരുന്ന വീഡിയോയിൽ പറയാം. നമ്മൾ ഈ യാത്ര പോകുന്നതിനെ സംബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. വേഗം തന്നെ ഞാൻ അടിച്ചു വാരി തുടച്ച്. പെട്ടി നമ്മുടെ കസിൻ്റെയാണ് കേട്ടോ. ഞങ്ങൾ ഇന്നലെ പോയി അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. പിന്നെ നമ്മുടെ കയ്യിൽ സംഭവം ഉണ്ട്, പക്ഷെ ചെറുതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാളുടെയും ഡ്രസ്സ് ഇത്രയും ദിവസത്തിന് പോകുമല്ലോ, അപ്പം അതിൽ ഫുള്ള് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ പോയി വാങ്ങിക്കൊണ്ട് വന്നതാണ്. പിന്നെ അതെൻ്റെ ഷൂബിന് ഇതിൽ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടാക്കി ഇതിലോട്ടിനി വെക്കണം. അതൊക്കെ ഇനി വൈകുന്നേരത്തെ പണി ഇങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്കൊന്ന് പെരിന്തൽമണ്ണക്കും പോകണം. ഇന്നലെയും മിനിഞ്ഞാന്നും അതിൻ്റെ മുമ്പത്തെ ദിവസമൊക്കെ അവർക്ക് സൽക്കാരം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് അപ്പോഴൊന്നും വിളിക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇന്ന് മാത്രമേ അവർ ഫ്രീ ആയിട്ടല്ല, എന്നിട്ടും വേറെ ആൾക്കാർ ഇങ്ങനെ സൽക്കാരത്തിന് അവർ വിളിക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ പോകുന്നത് കൊണ്ട് ഇന്ന് തന്നെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ്. കാരണം ഞങ്ങൾ തിരിച്ചു വരാൻ ഏകദേശം ക്രിസ്മസ് ഒക്കെ ആവും, അറിയില്ല. അപ്പം ക്രിസ്മസ് അല്ല, ഒരു 20, 22, 23 എന്തായാലും ആകും. അപ്പുറത്ത് പണി നടക്കോട്ടെ, അതാണ് ഈ സൗണ്ട്. അപ്പം ഞങ്ങൾ വന്ന് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ നിത തിരിച്ചു പോകും. അവൾ ഒപ്റ്റോമെട്രിസ്റ്റായിട്ട് ഗോവയിൽ വർക്ക് ചെയ്യുവാണ്, ഐ ഹോസ്പിറ്റലിൽ. അപ്പം പൂച്ചകൾ തമ്മിൽ കടി പിടിക്കുന്നുണ്ട്. ആക്കോട്ടെ. അപ്പം അവൾക്ക് ഇനി ഒരു 4 മാസം കൂടെ ട്രെയിനിങ് ഉണ്ട്. അത് കഴിഞ്ഞാൽ അവൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി 4 മാസം കൂടെ അവിടെ വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ആൾ ഇനി പോകും, ജനുവരി ഫസ്റ്റ് വീക്ക് പോകും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനുള്ളൊരു സമയമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് തന്നെ സൽക്കാരത്തിന് വിളിച്ചത്. നമ്മൾ ട്രിപ്പ് പോകുന്നത് കുറേ നാൾ കൊണ്ടേ ഉള്ളൊരു പ്ലാനിങ് ആണെന്ന് ചോദിച്ചാലാണ്. പക്ഷെ ഞങ്ങൾക്ക് ഓരോരോ കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഒരു പാക്കേജ് വഴിയാണ് പോണത്. ഫസ്റ്റ് തന്നെ ഞാൻ പറയുകയാണ്, ഇത് സ്പോൺസേർഡ് ട്രിപ്പാണ്. എനിക്കും ഷിനാജിനും പിന്നെ നമ്മളിവിടെ വേറെ കപ്പിൾസ് ഉണ്ട്. വേറെ കപ്പിൾസ് എന്ന് പറയുമ്പോൾ ഒരു കപ്പിൾ കേട്ടോ, നമ്മുടെ ഈ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളതാണ്. അവരുടെ
കല്യാണ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് പോകുമ്പം അവർക്ക് വീഡിയോയിൽ വരെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ 4 പേര് മാത്രമാണ് പോകുന്നത്. അപ്പം കഴിഞ്ഞ വർഷം തന്നെ ഈ പാക്കേജുകാരോട് ഞാൻ സംസാരിച്ച് പോകാമെന്നൊക്കെ തീരുമാനിച്ചു. പക്ഷെ ഞങ്ങൾക്ക് പറ്റിയില്ല. അങ്ങനെ ഈ മാസം ഷിനാജും ഞാനും നമുക്ക് പോയാലോ എന്നുള്ളൊരു, എനിക്ക് തോന്നുന്നൊരു 1.5 ആഴ്ച മുമ്പാണ് നമ്മൾ പോയാലോ എന്നുള്ളൊരു തീരുമാനം എടുത്ത് പെട്ടെന്ന് പാക്കേജുകാർക്ക് മെസ്സേജ് അയച്ച് അങ്ങനെ എല്ലാം സെറ്റാക്കിയതാണ്. ഇപ്പം തന്നെ ഏറെക്കുറെ നിങ്ങൾക്ക് സ്ഥലം എവിടെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എനിക്ക് ഏറ്റവും നല്ലത് ഇങ്ങനെ ഫേസ് ടു അല്ല ക്യാമറ ടു ക്യാമറ സംസാരിക്കുന്നതാണ്. കാരണം അല്ലാണ്ട് എടുത്താലേ വോയിസ് ഓവർ കൊടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഒന്നാമത് എനിക്കിവിടെ സൗണ്ട് കൊടുക്കാനുള്ളൊരു സാഹചര്യം സാവകാശമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഡയറക്റ്റ് സംസാരിക്കും. ഇവിടെ ആരുമില്ല, ഞാൻ ഒറ്റക്കാണ്. ഉമ്മ അപ്പുറത്ത് എന്തോ ഒരു പണിയിലാണ്. അപ്പോൾ ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ എനിക്കിങ്ങനെ സംസാരിക്കാൻ ഭയങ്കര മടിയാണ്. ആരും ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ സംസാരിച്ചോളും. ഇനിയിപ്പം ഉച്ചക്കത്തേക്കുള്ള പരിപാടി നോക്കട്ടെ. അകം ഫുള്ളൊന്ന് ഞാൻ വൃത്തിയാക്കാനൊന്നും ഇല്ല. തൂത്തുവാരി തുടച്ച സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ കിടന്നേക്ക് ഒന്ന് ഒതുക്കി വെച്ച്, കൂടുതലും നമുക്ക് കൊണ്ടുപോകാനുള്ള പെട്ടിയും ഡ്രസ്സും അതൊക്കെ അങ്ങനെ കിടക്കുമായിരുന്നു. അതൊക്കെ നമുക്കിവിടെ സ്പേസ് ഇല്ലല്ലോ ഒന്നും എവിടെയും വെക്കാനുള്ള. അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചിട്ടുണ്ട്. ഷിനാജ് ഇറച്ചി വാങ്ങാൻ പോയി. ഇനി വന്നിട്ട് അതിനുള്ള മസാലയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അതിൽ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പൊളിക്കട്ടെ. കാട പൊരിച്ചതും അതുപോലെ തന്നെ ചിക്കൻ ചില്ലിയും നമ്മൾ വീട്ടിലുണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ ജ്യൂസിന് വേണ്ടിയിട്ട് പൈനാപ്പിൾ കട്ട് ചെയ്ത് വെക്കുവാണ് കേട്ടോ. 2 നല്ല പൈനാപ്പിൾ, നല്ല പഴുത്ത പൈനാപ്പിളായിരുന്നു. അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വരുമ്പോൾ ഉച്ചക്ക് കൊടുക്കാമെന്ന് ഓർത്തു. പിന്നെ കാട പൊരിക്കാനും ചിക്കൻ ചില്ലി ഉണ്ടാക്കാനൊക്കെ മസാല ഉമ്മ തന്നെയാണ് കേട്ടോ കൂട്ടിയത്. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് അടുപ്പിച്ച് കൊടുത്തന്നേ ഉള്ളൂ. കാരണം ഇത്രയും ആൾക്കാർ കൂടുന്ന പരിപാടിയല്ലേ. അപ്പം ഞാൻ കൈ കടത്തിയാൽ കുളമാകുമോ എന്നുള്ളൊരു പേടി കൊണ്ട് ഞാൻ വല്ലാണ്ട് കൈ കടത്താൻ പോയില്ല. ഒരു 11:30-12 മണിയൊക്കെ ആയപ്പോൾ കുഞ്ഞുമണി വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതേ 1 ഗ്ലാസ് ജ്യൂസ് കുഞ്ഞുമണിക്ക് തന്നെ ആദ്യം കൊടുത്ത്. പിന്നെ നമ്മൾ ഫുഡൊക്കെ പുറത്തായിരുന്നു ഓർഡർ കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ബീഫ് മന്തിയും അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ അത് രണ്ടും ഷിനാജും കുഞ്ഞുമണിയും കൂടെ പോയി ഇതേ വാങ്ങിച്ചുകൊണ്ട് വന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും ഓരോ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയും വന്ന് നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. ഇത് ഉമ്മാൻ്റെ ആങ്ങളയുടെ മോനാണ് കേട്ടോ. നമ്മളെല്ലാവരും അബ്ബ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ ചെന്നൈയിൽ പോയ വീഡിയോസൊക്കെ ഇട്ടില്ലായിരുന്നു. അപ്പം ഇവരവിടെയാണ്. അപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിൽ വന്നതാണ്. പിന്നെ ഫവാസ് വന്ന് ഫവാസ് ജ്യൂസൊക്കെ കൊടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ഇവരൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വന്നായിരുന്നു കേട്ടോ. പിന്നെ മേമാട അവിടെ ഉള്ള ആൾക്കാരൊക്കെ വന്നത് കുറച്ച് ലേറ്റായിട്ടാണ്. എന്താണെന്നറിയത്തില്ല, ദൂരം കൂടുതലായതുകൊണ്ടാണ് തോന്നുന്നു അവർ വരാൻ ലേറ്റായത്. വന്നപ്പോൾ തന്നെ അതും പറഞ്ഞ് ഞാൻ അവരെ കളിയാക്കുമായിരുന്നു. ഫസ്റ്റ് മോനുവിനും ഇതായും കൂടെയാണ് കേട്ടോ വന്നത്. പിന്നെയാണ് സുനീറായും മേമായും കുഞ്ഞാനും കുഞ്ഞാവയൊക്കെ പുറകെ വന്നത്. അങ്ങനെ പിന്നെ അതേ പുറകെ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി കേട്ടോ. കുഞ്ഞുമണിയും ഫവാസും ഷിനാജിൻ്റെ ഫ്രണ്ട് എന്നുള്ളതിൽ ഉപരി ഒരു ഫാമിലി പോലെയാണ്, ഫാമിലി മെമ്പർ പോലെയാണ്. അതുകൊണ്ട് നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരായിട്ടും അവരും കമ്പനിയാണ് കേട്ടോ. മേമാക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുമണീനെയും ഫവാസിനെയും. അപ്പോൾ അവരൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഞാനും ഉമ്മയും കൂടെ ചോറൊക്കെ വിളമ്പി സെറ്റ് ചെയ്ത് വെച്ച് ഒരുങ്ങണ്ട തന്നെ കുറേ കണ്ടത് ആൾക്കാർ. മോനും ഒരുങ്ങുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആണുങ്ങളൊക്കെ ആദ്യം ഇരുന്ന് ഫുഡ് കഴിച്ചേട്ടാ. നിതാനോട് ഞങ്ങൾ പറഞ്ഞതാണ് മോനുവിൻ്റെ കൂടെ ഇരുന്ന് കഴിച്ചോന്ന്. അപ്പോൾ അവള് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങളുടെ പഴയ ആൽബം, അതായത് ഷിനാജിന് ഞാൻ എന്തോ ഒരു ബർത്ത്ഡേക്ക് എന്തിനോ ഉണ്ടാക്കി കൊടുത്തതാണ്. ഞാൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു ആൽബമാണ് കേട്ടോ, ഒരു ചെറിയ ക്രാഫ്റ്റ് വർക്ക്. അപ്പോൾ അതൊക്കെ ഞാൻ നിതാനെ എടുത്ത് കാണിച്ചു കൊടുക്കുമായിരുന്നു. കുറേ പഞ്ചറായി അസുഖം എടുത്ത് കളിച്ച് പിന്നെ ഒരു ഓർമ്മക്ക് അവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കഴിച്ചിട്ട് ലാസ്റ്റാണ് ഞങ്ങളതേ പെണ്ണുങ്ങളെല്ലാവരും ഇരുന്നത്. ഷിനാജ് ഞങ്ങളുടെ കൂടെ തന്നെയാണ് കേട്ടോ ഇരുന്നത്. ഷിനാജിന് വിശപ്പില്ലാന്നും പറഞ്ഞ് പിന്നെ ഞങ്ങൾ കഴിക്കാതിരുന്നപ്പോഴാണ് കൂടെ ഇരുന്നത്. ഞങ്ങൾ കഴിക്കാതിരുന്നപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 1-3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ കാര്യമായിട്ട് ബിരിയാണി തന്നെയാട്ടോ കഴിച്ചത്. ഞാൻ മന്തി ടേസ്റ്റ് പോലും നോക്കിയില്ല. ഒന്നാമത് ബീഫല്ലേ, പിന്നെ എനിക്ക് മന്തിനോട് അത്ര താല്പര്യമില്ല. ബിരിയാണി ഒരു രക്ഷയില്ലായിരുന്നു, കിടിലനായിരുന്നു. കഴിഞ്ഞ് എല്ലാവരും പോയി. പിന്നെ ബ്ലറാണല്ലോ, ഞങ്ങൾ അമ്മൂൻ്റെ കൂടെ പോവാട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഞാനും നിതായും കൂടെ കൂട്ടിയിൽ പോകാൻ ഓർത്ത്. ഇവിടുന്ന് കുറച്ചല്ലേ ഉള്ളൂ. അമ്മൂസമ്മ നല്ല ഉറക്കമാന്ന് തോന്നുന്നു. ആരെയും കാണാനില്ല. കുറ്റിയിട്ടേക്കുവാ. ഒന്നുകൂടെ അടി ബില്ലടി എവിടെ അവിടെ. അവിടെ ചെന്നാൽ ഒരു നാരങ്ങാ വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസ് പെട്ടെന്ന് തന്നെ ആളുണ്ടാക്കി തരും കേട്ടോ. ഇനിയിപ്പോൾ അവിടെ ഒരു ഫ്രൂട്ടും ഇല്ലെങ്കിലും അവളെ പെട്ടെന്ന് നിഷാദിനെ വിട്ട് വാങ്ങിപ്പിച്ച് തരും. വാങ്ങിച്ച് ജ്യൂസ് അടിച്ച് നമുക്ക് തരും. അങ്ങനെ കുറച്ച് നേരം അവളോട് സംസാരിച്ചൊക്കെ നിന്നിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത്. മുരിങ്ങക്കറിയും ഉണക്കമീനും തരാം. ഗായ്സ്, ജീവൻ പണം വെച്ചാണ്
ഇങ്ങോട്ട് വരാൻ നേരം ഞാൻ ഇവളുടെ അടുത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞു ഗൈസ്. അപ്പൊ ഇവള് ഇങ്ങനെ വീഡിയോ ഓഫ് ആക്കിയിട്ട് ഇവള് പറയണേ ജീവൻ പണയം വെച്ചാണ് ഗൈസ് ഞാൻ പോണത് അവിടെ എത്തിയിട്ട് കാണാന്നൊക്കെ. ക്യാമറ ഓഫ് ആക്കിയിട്ടാണ് ആള് പറഞ്ഞത്. അപ്പൊ അതേപോലെ ഞാനും തിരിച്ച് ഇങ്ങോട്ട് ഞാൻ ഓടിച്ചു, അങ്ങോട്ട് ഞാൻ അവളോട് ഓടിക്കാം. എന്ത് ഇത് തുഴയുവാണോ? കാലെടുത്ത് വെക്കടി. ഇതാ പറഞ്ഞ പോലെ ജീവൻ പണം വെച്ച് ഞങ്ങൾ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി അങ്ങോട്ട് പോട്ടെ അല്ലേ? എങ്ങനെ ലാൻഡ് ചെയ്തത്? ജീവൻ പണം വെച്ച്. നമ്മളൊന്ന് പെരിന്തൽമണ്ണ വരെ വന്നതാണ് കേട്ടാ. ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കുക, ഇപ്പോഴാണ് ഓർത്തത്. അപ്പൊ നമുക്ക് കുറച്ച് സാധനങ്ങളോടെ വാങ്ങാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊന്നും ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, ലിപ്സ്റ്റിക്ക് മാത്രം. പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? അപ്പൊ ഇനി എന്തായാലും ഫസ്റ്റ് നെക്സ്റ്റോയിലോട്ടാണ് പോണത്. അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മളിതേ വീണ്ടും ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം മാർക്കറ്റ് സിറ്റിയാണ് കേട്ടോ പെരിന്തൽമണ്ണ. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ക്രിസ്മസ് ട്രീ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി, പക്ഷേ എനിക്ക് അവിടെ ഒന്നും ഇഷ്ടമായിരുന്നില്ല കേട്ടോ. പിന്നെ നേരെ ഡെക്കാത്തലോൺ പോയി. അവിടെ നിന്ന് ഷിനാജിന് 1-2 ഐറ്റംസൊക്കെ വാങ്ങി. നമ്മൾ പോകുന്നത് ഭയങ്കര തണുപ്പുള്ളൊരു സ്ഥലത്തേക്കാണല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പം ഒരുപാടൊന്നും ഞങ്ങൾ വാങ്ങിച്ചു. എന്തായാലും നമ്മൾ ഡൽഹി വഴിയാണല്ലോ പോകുന്നത്. അപ്പോൾ ഡൽഹിയിൽ നല്ല ചീപ്പ് റേറ്റിൽ കുറേ സാധനങ്ങൾ കിട്ടും. അപ്പം അവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരുപാടൊന്നും വാങ്ങിച്ചില്ല. തൊപ്പിയൊക്കെ വെറുതെ ഇട്ട് നോക്കുന്നതാണ് കേട്ടോ, ഒന്നും വാങ്ങിച്ചില്ല. അങ്ങനെ 1-2 കടയിലൊക്കെ കയറി 1-2 സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ നെസ്റ്റോയിലേക്കാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ എന്ത് വാങ്ങണം, എവിടെ നിന്ന് വാങ്ങണമെന്നൊന്നും വലിയ ഐഡിയ ഞങ്ങൾക്കില്ലായിരുന്നു. പിന്നെ രൂഹാബോഹം വെച്ചാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. പിന്നെ അത് ഇത്രയും സ്നാക്സ് നമ്മൾ നെസ്റ്റോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ട്രെയിനിലൊക്കെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നെസ്റ്റോന്ന് എനിക്കൊരു ടോപ്പും എടുത്തിട്ട് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് മാത്രമല്ല കേട്ടോ, ഷിനാജിനും നെസ്റ്റോന്ന് 1-2 ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സാധാരണ നെസ്റ്റോയിൽ പോയി ഞങ്ങൾക്കൊന്നും കിട്ടാത്തതാണ്, പക്ഷേ ഇപ്രാവശ്യം കിട്ടി. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയത്.